ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കന്നഡ പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വാക്കുകൾ കൊണ്ട് കന്നഡ പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. വളരെ എളുപ്പത്തിൽ കന്നഡ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഇരിക്കാൻ കഴിയില്ല സൂത്രത്തോടെ സ്പോക്കൺ കന്നഡ. സൂത്രത്തിന്റെ പേരെന്താണ്? ഇരിക്കാൻ കഴിയില്ല. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടക്കാൻ തീരെ സാധ്യതയില്ലാത്ത ജോലികളെ പറ്റി കന്നഡത്തിൽ എങ്ങനെ പറയും? നടക്കാൻ തീരെ സാധ്യതയില്ലാത്ത ജോലികളെ പറ്റി എങ്ങനെയാണ് കന്നഡത്തിൽ പറയുന്നത്? ചില ജോലികൾ നടക്കാതെ പോയിട്ടുണ്ടാവാം. അത്തരം നടക്കാൻ സാധിക്കാതെ പോയ ജോലികളെ പറ്റി കന്നഡത്തിൽ എങ്ങനെ പറയണം എന്നത് ഇപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇരിക്കാൻ കഴിയില്ല സൂത്രം. വാക്യത്തിൽ ഇരിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അത് തന്നെ പോയിരിക്കാൻ കഴിയില്ല, വായിച്ചിരിക്കാൻ കഴിയില്ല, പഠിച്ചിരിക്കാൻ കഴിയില്ല, പാടിയിരിക്കാൻ കഴിയില്ല, സംസാരിച്ചിരിക്കാൻ കഴിയില്ല തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ ദേനെ ഇരബഹുദാഗിത്തു എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5. 5 വാക്യങ്ങളുണ്ട്. അവ ഏവാ? ഞാൻ പോയിരിക്കാൻ കഴിയില്ല, ഞാൻ വായിച്ചിരിക്കാൻ കഴിയില്ല, ഞാൻ പഠിച്ചിരിക്കാൻ കഴിയില്ല, ഞാൻ പാടിയിരിക്കാൻ കഴിയില്ല, ഞാൻ സംസാരിച്ചിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാൽ നാണ്. ഞാൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് ഹോഗദേനെ ഇരബഹുദാഗിത്തു. ഞാൻ വായിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് ഓദദേനെ ഇരബഹുദാഗിത്തു. ഞാൻ പഠിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് കലിയദേനെ ഇരബഹുദാഗിത്തു. ഞാൻ പാടിയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് ഹാഡദേനെ ഇരബഹുദാഗിത്തു. ഞാൻ സംസാരിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് മാത്താടദേനെ ഇരബഹുദാഗിത്തു. പ്രയാസമൊന്നുമില്ലല്ലോ. എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മ വെച്ചുകൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ കഴിച്ചിരിക്കാൻ കഴിയില്ല, ഞാൻ കണ്ടിരിക്കാൻ കഴിയില്ല, ഞാൻ കെട്ടിയിരിക്കാൻ കഴിയില്ല, ഞാൻ എഴുതിയിരിക്കാൻ കഴിയില്ല, ഞാൻ നടന്നിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ എന്നാൽ നാണ്, ഇരിക്കാൻ കഴിയില്ല എന്നാൽ ഇരബഹുദാഗിത്തു. അപ്പോൾ ഞാൻ കഴിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ എങ്ങനെ വരും? നാന് തിന്നദേനെ ഇരബഹുദാഗിത്തു. അതേപോലെ ഞാൻ കണ്ടിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് നോടദേനെ ഇരബഹുദാഗിത്തു. ഞാൻ കട്ടിയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് കട്ടദേനെ ഇരബഹുദാഗിത്തു. ഞാൻ എഴുതിയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് ബരയദേനെ ഇരബഹുദാഗിത്തു. ഞാൻ നടന്നിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് നടയദേനെ ഇരബഹുദാഗിത്തു. എളുപ്പമല്ലേ പഠിക്കാനായിട്ട്?
ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ശ്രദ്ധിക്കുക, ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏവ? ഞാൻ പോയിരിക്കാൻ കഴിയില്ല, ഞങ്ങൾ പോയിരിക്കാൻ കഴിയില്ല, നിങ്ങൾ പോയിരിക്കാൻ കഴിയില്ല, അവൻ പോയിരിക്കാൻ കഴിയില്ല, അവൾ പോയിരിക്കാൻ കഴിയില്ല, അവർ പോയിരിക്കാൻ കഴിയില്ല. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്നാൽ നാണ്, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ ഹോഗതേനെ ഇരബഹുതാഗിത്തു. അപ്പോൾ ഞാൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ എന്താകും? നാന് ഹോഗതേനെ ഇരബഹുതാഗിത്തു. അതേപോലെ ഞങ്ങൾ എന്നാൽ നാവു, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ ഹോഗതേനെ ഇരബഹുതാഗിത്തു. അപ്പോൾ ഞങ്ങൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ എന്താണ്? നാവു ഹോഗതേനെ ഇരബഹുതാഗിത്തു. അതേപോലെ നിങ്ങൾ എന്നാൽ നീവു, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ ഹോഗതേനെ ഇരബഹുതാഗിത്തു. അപ്പോൾ നിങ്ങൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നീവു ഹോഗതേനെ ഇരബഹുതാഗിത്തു. അവൻ എന്നാൽ അവനും, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ ഹോഗതേനെ ഇരബഹുതാഗിത്തു. അപ്പോൾ അവൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ എന്താവും? അവനു ഹോഗതേനെ ഇരബഹുതാഗിത്തു. അവൾ എന്നാൽ അവളും, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ ഹോഗതേനെ ഇരബഹുതാഗിത്തു. അപ്പോൾ അവൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവളു ഹോഗതേനെ ഇരബഹുതാഗിത്തു എന്ന് വരുന്നു. അവർ എന്നാൽ അവരും, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ ഹോഗതേനെ ഇരബഹുതാഗിത്തു. അപ്പോൾ അവർ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവരു ഹോഗതേനെ ഇരബഹുതാഗിത്തു. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിരിക്കും. ഞാൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാന് ഹോഗതേനെ ഇരബഹുതാഗിത്തു. ഞങ്ങൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നാവു ഹോഗതേനെ ഇരബഹുതാഗിത്തു. നിങ്ങൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ നീവു ഹോഗതേനെ ഇരബഹുതാഗിത്തു. അവൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവനു ഹോഗതേനെ ഇരബഹുതാഗിത്തു. അവൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവളു ഹോഗതേനെ ഇരബഹുതാഗിത്തു. അതേപോലെ അവർ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ കന്നഡത്തിൽ അവരു ഹോഗതേനെ ഇരബഹുതാഗിത്തു. പ്രയാസമൊന്നുമില്ലല്ലോ, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ ദേനെ ഇരബഹുതാഗിത്തു എന്ന സൂത്രത്തിന്റെ സഹായത്തോടെ കന്നഡത്തിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതേപോലെ ദേനെ ഇരബഹുതാഗിത്തു സൂത്രം വഴിയായി കന്നഡത്തിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇത് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ദേനെ ഇരബഹുതാഗിത്തു സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ,